ഇന്ത്യൻ റെയിൽവേയിലെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് NTPC ഗ്രാജുവേറ്റ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 11,500-ലധികം വേക്കൻസികളിലേക്കായി റിക്രൂട്ട്മെന്റ് നടത്താൻ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ RRBകളിലേക്കുമായി ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് 14/9/2024 സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 13 വരെയാണ് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആകുക. ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. ഏകദേശം 21ഓളം RRBകളിലായി 8,113 വേക്കൻസികളാണ് ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ ഉള്ളത്. ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ വരുന്നത് ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇതെല്ലാം കൂടിയാണ് 8,113 വേക്കൻസി വരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള എല്ലാ ഗ്രാജുവേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലേക്കുള്ള ഓപ്പണിങ്സിനെ കുറിച്ചാണ്. അത് ഏകദേശം 3,445ഓളം വേക്കൻസികളാണ് എല്ലാ RRBകളിലുമായിട്ടുള്ളത്. 21/9/2024 സെപ്റ്റംബർ 21 തീയതിയാണ് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ സൈറ്റ് ഓപ്പൺ ആകുക. ക്ലോസ് ആകുന്നത് ഒക്ടോബർ 20 തീയതിയും. ഇതിലേക്ക് ഉള്ള പൊസിഷനുകൾ കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്ക്, ഇതെല്ലാം കൂടി ആണ് ഈ 3,445 വേക്കൻസികൾ വരുന്നത്. +2 യോഗ്യതയുള്ള 18 മുതൽ 33 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ഈ പൊസിഷനിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സാമിനേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 500 രൂപയും അതിൽ തന്നെ 400 രൂപ റീഫണ്ടായിട്ട് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അത് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മാത്രം. അതുപോലെ SC/ST, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റി, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇതിൽപ്പെടുന്നവർക്ക് 250 രൂപയാണ്. അവർക്കും ഇതേപോലെ എക്സാമിനേഷൻ ഫീ തിരിച്ച് റീഫണ്ട് ചെയ്യുക. അതും എക്സാമിന് അപ്പിയർ ചെയ്യുകയാണെങ്കിൽ മാത്രം. 21ഓളം RRBകളിലായാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. കേരളത്തിലെ വേക്കൻസികൾക്ക് RRB തിരുവനന്തപുരത്തിന്റെ വെബ്സൈറ്റായ www.rrbtiruvananthapuram.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക. അതിൻ്റെ അകത്ത് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥിക്ക് ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ.